ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ കഴിഞ്ഞ ദിവസം CSEBയുടെ എക്സാം എഴുതി അല്ലേ? അപ്പോൾ CSEBയുടെ പുതിയ പാറ്റേൺ പ്രകാരമാണ് നമ്മൾ ഈ എക്സാം എഴുതുന്നത്. സിലബസ് മാറി വന്നിട്ടുള്ള ആദ്യത്തെ എക്സാമാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? അപ്പോൾ സിലബസ് മാറിയിട്ടുള്ള ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നത് വരെ നമ്മളുടെ കുട്ടികൾക്കൊക്കെ, അതായത് അത് എഴുതാനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് ടെൻഷനായിരുന്നു. കാരണം എങ്ങനെയാണ് ചോദ്യം വരിക, ചോദ്യത്തിന്റെ രീതി എങ്ങനെയായിരിക്കാം, ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെന്റ് അതായത് JCA കേരള ബാങ്ക് പോലെ കുറച്ചുകൂടി ടഫ് ആക്കുക. കാരണം നമുക്കറിയാം അവിടെ PSC ലെവലിലേക്ക് ആ 160 നിന്നും 100ലേക്ക് വന്നപ്പോൾ തന്നെ എങ്ങനെയൊക്കെയാണ് അതിന്റെ പാറ്റേൺ, അതായത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും എന്നുള്ളത് വലിയൊരു ഡിഫിക്കൽട്ടി ആയിട്ട് നമ്മളെ മുന്നിലുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുമോ, കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ടോ, അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ഇൻഡെപ്ത് ചോദിക്കാൻ സാധ്യത ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് ഓരോ ഉദ്യോഗാർത്ഥിയും എവിടെ കയറിയിട്ടുണ്ടാവുക, നമ്മളെ എക്സാം ഹോളിലേക്ക് കയറിയിട്ടുണ്ടാവുക. പക്ഷേ ഈ ഉദ്യോഗാർത്ഥികളൊക്കെ മനസ്സ് നിറച്ചുകൊണ്ട് നല്ലൊരു എക്സാം ആയിരുന്നു, അതായത് ഭൂരിഭാഗം കുട്ടികൾക്കും നല്ലൊരു എക്സാം ആയിരുന്നു ഇന്നലത്തെ എക്സാം. ഏതാണ്ട് ഒരു 60ന് മുകളിൽ സ്കോർ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലെ? അതായത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പാടെ കുറച്ചുകൊണ്ട് ഡയറക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് ബേസ് ലെവലിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ, അതായത് അതുവരെ ഉണ്ടായിരുന്ന, അതായത് എക്സാം ഹാളിലേക്ക് കടക്കും വരെ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ ടെൻഷൻ എക്സാം ഹാളിൽ കടന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് ഈസി ആയിട്ട് ഒരു 80 അല്ലെങ്കിൽ 60 to 80 റേഞ്ചിലേക്ക് അവർക്ക് മാർക്ക് സ്കോർ എത്താൻ വേണ്ടി അത് വലിയൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എക്സാമിനെ ഈസി ആയിട്ട് കണ്ടുകൊണ്ട് എഴുതി. എന്നാൽ ഈ എക്സാം കഴിയുന്നതിന്റെ, അതായത് എക്സാം ഡേറ്റ് വന്നു, എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ CSEB അഡ്വാൻസ് ആയിട്ട് എന്തിറക്കി, പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി. അപ്പോൾ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനിൽ ഏതാണ്ട് 250ലധികം ഒഴിവുകളാണ് നമ്മളെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പോൾ അത് തന്നെ നമുക്കറിയാം, നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും അധികം ഒഴിവുകൾ നമ്മളെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും ഒഴിവുകൾ നിൽക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അതായത് നമ്മളിപ്പോൾ ഈ ഒരു എക്സാം എഴുതി അല്ലെ, പുതിയ പാറ്റേണിൽ ഈ ഒരു എക്സാം എഴുതി, ഇനിയിപ്പോൾ അടുത്ത എക്സാമും ഇതേപോലെ തന്നെ ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും മാത്രം വരുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട, എക്സാം ഹാളിലേക്ക് പോകണ്ട. കാരണം എന്താ, എക്സാം അബൌട്ട്, അതായത് ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ചുകൾ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരേ എക്സാം ആയിരിക്കില്ല, ചിലപ്പോൾ പാറ്റേൺ മാറിയിട്ടായിരിക്കാം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യനിലെ മാറ്റങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ബേസിൽ നിന്നും ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോഡേൺ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ എല്ലാ എക്സാമിനും എന്ത് ചെയ്യണം, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. കാരണം PSC എക്സാം ഒക്കെ ആകുമ്പോൾ ഇത്തരത്തിൽ മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, എക്സാം ഹാളിലേക്ക് പോയിട്ട് എക്സാം എഴുതേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഈ ഒരു CSEB എക്സാമിനെ നമ്മൾ ഇപ്പോഴും തന്നെ കൃത്യമായിട്ട് ഒരു ബേസ് വെച്ച് പഠിച്ചാൽ മാത്രമേ, അല്ലെ ബേസ് മുതൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാം അടുപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്ന തരത്തിൽ നമ്മൾ എൻറ്റയർലി സിലബസ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ നിങ്ങൾ ഭയപ്പെടണ്ട. കാരണം ഇവിടെ CCയിൽ നിങ്ങൾക്ക് വേണ്ടി, അതായത് അടുത്ത CSEB എക്സാമിന് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ കുട്ടികളോട് ചോദിച്ചറിയാൻ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അതേപോലെ PDF നോട്ടുകൾ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ലൈവ് സെഷൻ, അതായത് നമ്മളുടെ എല്ലാ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് സെഷനും അതിന്റെ റെക്കോർഡ് സെഷനും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ PDF നോട്ടിന്റെ കാര്യം പറഞ്ഞു, പിന്നീട് എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, വീക്ക്ലി എക്സാമുകൾ, ഡെയിലി എക്സാമുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു CSEBയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമുകൾ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകൾ എഴുതിയ സമയത്ത് ഒന്നും കൂടി പഠിച്ചിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ എളുപ്പമായേനെ, അല്ലെങ്കിൽ ഒന്നുകൂടി എനിക്ക് നോക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സ്കോർ നമുക്ക് വാങ്ങാമായിരുന്നു എന്നൊക്കെയുള്ള, അതായത് പ്രൊഫഷണൽ ആൻസർക്ക് വന്നല്ലോ, അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള മനസ്സിൽ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ? അപ്പോൾ നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞവർ, അതായത് കഴിഞ്ഞ 1-2 എക്സാം എഴുതിയ ആൾക്കാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മുന്നിലുള്ള ബെറ്റർ ഓപ്ഷനാണ് നമ്മളുടെ പുതിയൊരു ബാച്ച്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഡീപ്പായിട്ട്, അതായത് ഫസ്റ്റ് മുതൽ ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പഠിക്കാനും അതിന്റെ എക്സാമുകളും മറ്റും എഴുതാനും സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഈ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ആ ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന CSEB എക്സാമിനെ നല്ല രീതിയിൽ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഒരുമിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് റാങ്കിലേക്ക് എത്താം. അപ്പോൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാനുള്ള നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം മുഖാന്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്തവണ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. താങ്ക്